ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ വീട്ടിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പാൻ്റെ കടയത്തെ ഇപ്പം പൊറാട്ട ഉണ്ടാക്കണതും ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ 4 മണിക്ക് ഇപ്പം എണീച്ചിക്കണം. അപ്പം ഇപ്പാൻ്റെ പൊറോട്ട നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്നും ഇങ്ങനെ തന്നെ കേട്ടോ, 4 മണിക്ക് എണീക്കും. അപ്പം ഇപ്പം ഫസ്റ്റ് തന്നെ മെഷീനൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അതൊക്കെ ഒന്ന് മൂടിയിടലാണ്. അപ്പോൾ പൊടിയൊക്കെ അവിടെ അളന്നെടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഇപ്പോഴേക്ക് ഫസ്റ്റ് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ഉപ്പും വെള്ളവും പൊടി മാത്രം യൂസ് ചെയ്യണുള്ളൂ കേട്ടോ, വേറെ ഒന്നും യൂസ് ചെയ്യണില്ല. അപ്പസോഡയോ മുട്ടയോ ഒന്നും യൂസ് ചെയ്യണില്ല. ചിലർ മുട്ട ചേർക്കണ കണ്ടിക്കണ്, പഞ്ചസാര ചേർക്കണ കണ്ടിക്കണ്, അതൊന്നും ചെയ്യണില്ല. പിന്നെ ഇപ്പോഴേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വലിയ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇപ്പൊക്കെ ഒരു സുമാറാണല്ലോ, ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ഒരു കൈ കണക്കാണുണ്ട്. അപ്പോൾ പൊടി കൂടെ അളന്നിട്ട് കിട്ടും. സ്ഥിരമാകുമ്പോൾ പിന്നെ ഒക്കെ ഒരു കൈ കണക്കായി വരുമല്ലോ. ഞാനത് 10 കിലോ പൊടി കുഴക്കണ മെഷീനാണ്. ഇപ്പോൾ 7 കിലോനാണ് ഇട്ട് കൊടുത്തത്. പിന്നെ മെഷീനൊക്കെ ഓണാക്കി ഒരു 10 മിനിറ്റ് സമയം ഇത് വേണം കുഴച്ചെടുക്കാൻ പറഞ്ഞപ്പോൾ. ഇതിപ്പോൾ കൈ കൊണ്ട് തന്നെ കുഴച്ചിഞ്ഞത്. ഇപ്പോൾ ഒരു 2 മാസമായിട്ടുള്ള ഇപ്പോൾ മെഷീൻ വാങ്ങിയിട്ട്. ഭയങ്കര അധ്വാനമാണല്ലോ ഈ കുഴ. വെള്ളം പോരെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. അതിങ്ങനെ കുഴയായി ഇങ്ങനെ വരുമ്പോഴേ മെഷീൻ മേലൊന്നും പൊടി ഉണ്ടാവില്ല, മെഷീൻ കഴുകാൻ തന്നെ ഉണ്ടാവില്ല. ഞാനിപ്പോൾ അങ്ങനെ പോയപ്പോൾ പനപ്പം കൂടെ പോയതാണ് ഉണ്ടായി വരും. ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം വിചാരിച്ചുകൊണ്ട്. അങ്ങനെ പൊടിയൊക്കെ കുഴയായി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ഇപ്പം. അപ്പോൾ ടേബിളൊക്കെ ഒന്ന് 2 വട്ടം ഒന്ന് തുടച്ചെടുത്തുകൊണ്ട് അതിമേക്കാണ് പിന്നെ ഈ മാവ് ഇടുന്നത്. ഒരു 4:20 ആയപ്പോൾ തന്നെ പൊടിയൊക്കെ സെറ്റ് ആയിക്കണം. എണ്ണക്കടി ഉണ്ടാക്കലില്ല കേട്ടോ വൈകുന്നേരം. രാവിലെ പിന്നെ എണ്ണക്കടി ഒന്നും ഉണ്ടാക്കലില്ല. രാവിലെ പൊറാട്ടയും അതിക്കുള്ള കറിയും. അങ്ങനെ പൊറാട്ട ചുട്ടിട്ടുള്ള കാസറോളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഞങ്ങൾക്ക് പൊടിയും മൈദൻ്റെ പൊടിയും വേണം, ഓയിലും വേണമല്ലോ, ഒക്കെ എടുത്ത് വെച്ച്. അപ്പോൾ തന്നെ മാവൊക്കെ സെറ്റായി വന്നിക്കണം. ഈ മാവ് ഇന്ന് വാരി എടുത്തുകൊണ്ട് ടേബിൾ മുക്കിടുകയാണ്. അത് വലിച്ചെടുക്കണമെങ്കിൽ നല്ല പണിയാണ്. 7 കിലോ അല്ലേ. ഇപ്പം പിന്നെ ആദ്യമേ എടുത്തതിന് പണിയാണിത്, പൊറോട്ട പണി. പിന്നെ ഇപ്പോൾ ഗൾഫിൽ പോയി. ഗൾഫിൽ പിന്നെ കുറേ കാലം നിൽക്കണം. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ ഒക്കെ കല്യാണം കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഇവിടെ ഇപ്പം നാട്ടിൽ സെറ്റായി. മെഷീനിൽ കുഴച്ചെടുത്തോണ്ട് നല്ല സോഫ്റ്റ് ആയിക്കണ പൊടി. ഇനി ഒരു 5 മിനിറ്റ് ഇപ്പം തുണി നനച്ചതിൻ്റെ മുകളിലിടും. അങ്ങനെ സുബൈ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു തുണി നനച്ചിടും. എന്നിട്ട് പിന്നെ പള്ളിയിൽ പോയി വന്നിട്ട് പൊറോട്ട ചുട്ടെടുക്കുള്ളൂ. അങ്ങനെ മാവൊക്കെ ബോൾസാക്കി വെച്ചു. ഇനി ഒന്ന് എണ്ണ പുരട്ടിങ്ങാണ്ട് മാറ്റി വെക്കും. ഓയിൽ തടവിങ്ങാണ്ട് ഈ സൈഡൊക്കെ ഇങ്ങനെ ഒക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ അത് മൂടിയിട്ടിട്ട് ഇപ്പോൾ പോകും. പള്ളി ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ, നോക്കിയാൽ കാണുന്നിടത്താണ്. അപ്പോൾ പെട്ടെന്ന് പോയി വരാനൊക്കെ സുഖമാണ്. പൊറോട്ടയ്ക്കുള്ള കറി പിന്നെ അമ്മ വീട്ടിലുണ്ടാക്കലാണ്. സാമ്പാർ ഉണ്ടാക്കും, ചിലപ്പം ബീഫിൻ്റെ പാർട്സും ലിവറും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ കറി ഉണ്ടാക്കും. അങ്ങനെ ബോൾസാക്കി ഇപ്പം മൂടിയിട്ടു. ഇനി പള്ളിയിൽ പോവാണ്. പള്ളിയിൽ പോയി വന്നിട്ട് കാണാം. അങ്ങനെ പള്ളിക്കലൊക്കെ പോയി വന്നു. ഈ പള്ളി കഴിഞ്ഞ് തന്നെ ആൾക്കാർ വരും കേട്ടോ ചായ കുടിക്കാൻ. അപ്പോൾ അവിടുത്തെ അയൽവാസികളൊക്കെ വന്നിക്കണ്. അവിടുത്തെ നമ്മളെ തൊട്ട അയൽവാസികളാണ് കേട്ടോ. അപ്പോൾ ഓൽക്ക് ചായ വേണമെന്ന് പാലെത്തിയിട്ടില്ല ഈ നേരെ. അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ പൊറോട്ട ചുടണ അടുപ്പൊക്കെ കത്തിച്ച് റെഡിയാക്കി വെച്ചിക്കണ്. തൊട്ട വീട്ടിലത്തെ ആൾക്കാരാണ് കേട്ടോ അവരൊക്കെ. അപ്പോൾ ആ സമയത്ത് ഇന്നെ അങ്ങനെ പീടികയിൽ കണ്ടപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ് എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുകയാണ് എന്നോട്. ഈ സമയത്തെ മക്കളാരും നീച്ചിട്ടില്ല കേട്ടോ. അതിലൊക്കെ ഞാൻ വാതിൽ പുറത്തേക്കാക്കി അടച്ചു പോന്നിക്കാണ്. ഇമ്മ നീച്ചിക്കണ്. ഇമ്മ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ് ഇമ്മക്ക് കറി ഉണ്ടാക്കാണ്ടാവും. പിന്നെ ആ കറിയും കൊണ്ട് ഇമ്മ വരും കുറച്ച് നേരം വെളുക്കാനാവും കേട്ടോ. അപ്പോൾ തിരക്കേക്കാരം പീടികയിൽ. അപ്പം ഇപ്പം ഈ എണ്ണക്കൈ കൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കണ്ടേ, പലർക്കുള്ളതല്ലേ. അപ്പം ഉമ്മ കുറച്ച് നേരം ഒരു 9-9:30 വരെ ഉമ്മ കടയിൽ നിന്ന് കൊടുക്കും. അങ്ങനെ പൊറാട്ടയൊക്കെ വീശി അതൊക്കെ ചുരുട്ടി വെച്ചിക്കണ്. ഇനി അതൊക്കെ പരത്തി ചുടണം. 6 മണിയാകുമ്പോൾ തന്നെ പൊറോട്ടയൊക്കെ സെറ്റാവും. പൊറോട്ട വെയിറ്റ് ചെയ്ത് കണ്ടു പോലെ ചായ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ക്ലാസ്സൊക്കെ കൊണ്ടുപോയി എടുത്ത് വെച്ച് അപ്പോൾ ചട്ടിയല്ല, ഇതൊരു കല്ലാണല്ലോ. ആ കല്ല് ചൂടായിക്കണമെന്ന് നോക്കി. അപ്പോൾ ചൂടായിക്കണം. അപ്പോൾ ഇനി പൊറോട്ടയൊക്കെ പരത്തിങ്ങാണ്ടായി ഇടുകയാണ്.
ഈ കല്ലുമ്മൽ ഒരു 6 ചുട്ടെടുക്കുക. അപ്പോൾ അതൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ചുട്ടെടുത്ത് ഓൽക്ക് തന്നെ ഫസ്റ്റ് കൊടുത്തിപ്പോൾ ഓരോ പൊറോട്ട. അങ്ങനെ ഒരു ചായ ഇല്ലാതെ പൊറോട്ട തന്നെയാണ്. കറി ആവണേ 6 മണിയാവുകയെ. അപ്പം കറി ആയിട്ടില്ലല്ലോ. അപ്പം എന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാര ഇട്ടുണ്ടായിരുന്നു കാക്ക. അതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇപ്പിട്ട് കൊടുത്ത് ആ പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ കുറച്ച് നേരമൊക്കെ ഞാൻ അവിടെ അങ്ങനെ നിന്നിട്ടോ. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോന്നു. കാരണം നേരം വെളുക്കുമ്പോൾ ആൾക്കാർ അങ്ങനെ വരും. ഇപ്പം ആരുമില്ല. അപ്പം അവരെന്നെ ഉള്ളൂ. അങ്ങനെ പൊറോട്ടയൊക്കെ പകുതിയൊക്കെ കുറച്ചൊക്കെ ചുട്ടിക്കണ് ഇപ്പം. അങ്ങനെ ഇനി ഞാനേ പെരേ പോട്ടെ. അപ്പോൾ അബുക്കാക്കാൻ്റെ പീടിക എന്നാണ്. അപ്പോൾ ഈ പൊറോട്ടയും എണ്ണക്കടികളൊക്കെ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും ചെയ്യും. ഇപ്പോൾ സമയം 6 മണിയാകാനായിട്ടോ. ഇത് നമ്മളെ പെരൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാക്കിയ ബിൽഡിങ്ങാണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ കച്ചവടം ചെയ്യണത്. ഇവിടെ തന്നെ ആയാലും എപ്പോഴും നമുക്ക് കാണും ചെയ്യാം. എപ്പോഴൊക്കെ എപ്പോഴും വീട്ടിൽ വരും ചെയ്യാം. സുഖമാണ്. അപ്പം ഇനി പെരേ പോയേക്കട്ടെ. പെരേ പോയൊക്കെ ഇപ്പം കറിയൊക്കെ സെറ്റ് ആയിക്കണം. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി റെഡി ആക്കിക്കണം. അപ്പോൾ ഇപ്പോൾ കറിക്ക് വന്നിക്കണം. കവറിലൊക്കെ ആക്കി കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. കറി ഇങ്ങനെ കവറിലാക്കി കൊടുക്കലാണ്. അപ്പോൾ എത്ര പൊറോട്ടയെ കൊണ്ടുപോകണം അതിനനുസരിച്ച് ഇങ്ങനെ ആക്കി കൊടുക്കലാണ്. ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കിയത്. ഇന്ന് ഈ കറിയൊന്നും തേഞ്ഞിട്ടില്ല. പിന്നെ അമ്മ വീണ്ടും വന്നുകൊണ്ട് പിന്നെയും കറി ഉണ്ടാക്കിയേക്കാണ്. പിന്നെ അമ്മ കടയ്ക്ക് പോകട്ടാ. ഈ കറിയും കൊണ്ടുകൊണ്ട് ഉമ്മ പോവും. പിന്നെ അമ്മ എടുത്ത് കൊടുക്കല. ആൾക്കാർ വരുന്നതിനനുസരിച്ച് ഉമ്മ അങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കും. അതിൻ്റെ ഇടയിൽ പലർക്കും ഉണ്ട്. അയക്കാൾ വരും. അപ്പോൾ അതും എടുത്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പം എൻ്റെ കൈ എണ്ണക്കൈയല്ലേ ഇക്കാരം. അങ്ങനെ പൊറോട്ടയൊക്കെ ആയങ്ങാണ്ട് മക്കൾക്കും കൊണ്ടുവന്ന് കൊടുത്ത്. അപ്പോൾ അവരും ചായ കുടിക്കുകയാണ്. അവർക്ക് ഇങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഊറ്റല്ലേ. അങ്ങനെ ആദ്യം അതൊക്കെ മുന്നിലുണ്ട് ചായ കുടിക്കാൻ. അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങൾക്കൊക്കെ ചായ കൊടുത്തു. പോലെ ചായ കുടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ചായ കുടിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.